രേവതി രാത്രി എല്ലാവർക്കും വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് സച്ചി മദ്യപിച്ച് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ചപ്പാത്തിയും തക്കാളി കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ കഴിക്കാമെന്ന് രേവതി വിളിക്കുമ്പോ ചപ്പാത്തി വേണ്ട, എനിക്ക് ഒനിയനിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി താ രേവതി എന്ന് പറയുകയാണ് സച്ചി. അത് കേട്ട് സച്ചി കുടിച്ചിട്ടുണ്ടെന്ന് രേവതിക്ക് സംശയം തോന്നുന്നുണ്ട്. ഫുഡ് വേണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞൂടായിരുന്നോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാലത്ത് മുതൽ നൈറ്റ് വരെ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുകയാണ് ഞാൻ. കഷ്ടപ്പെട്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു, അതിന്നിട്ട് വേണ്ട. ഇപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ആയില്ലേ എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നുണ്ട്. വേസ്റ്റ് ആക്കണ്ട രേവതി, നീ അത് കഴിച്ചോ. ഇതെന്താ 15 ചപ്പാത്തി ഉണ്ടല്ലോ, ഇതെല്ലാം എന്തിനാ നീ ചുട്ടുവെച്ചത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതവിടെ വച്ചേക്ക്, വർഷയും ശ്രീയും വരുമല്ലോ, അവർക്ക് വേണ്ട ഇതുണ്ടാക്കിയത് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നീ എന്തിനാ ജോലി ചെയ്യുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവരും ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്. കാലത്ത് വർഷയുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതല്ലേ, വീണ്ടും നിങ്ങളായിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അവർ വന്ന് കഴിച്ചോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തരാം, നിങ്ങൾ പോയി അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയത്ത് വർഷയും ശ്രീകാന്തും പുറത്തുപോയി തിരിച്ചെത്തുകയാണ്. ശ്രീ, വർഷ ഡ്രസ്സ് മാറ്റിയിട്ട് വാ, ചപ്പാത്തി കഴിക്കാം എന്ന് പറഞ്ഞ രേവതി അതുമായി അങ്ങോട്ട് വരുവാണ്. ഇല്ല ഏട്ടത്തി, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാ വരുന്നത്, ഹോട്ട് വാട്ടർ മാത്രം തന്നാ മതി. ഏട്ടത്തി, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് വർഷ നടക്കുന്നുണ്ട്. അത് കേട്ട് സച്ചി, എടാ നിൽക്കടാ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ രേവതി ചപ്പാത്തി ഉണ്ടാക്കി വച്ചിരിക്കുന്നേ, അത് കഴിക്കാതെ പോകുന്നതിൽ എന്താടാ അർത്ഥം എന്ന് ചോദിക്കുവാണ്. ഞങ്ങൾ കഴിച്ചിട്ടാ ഏട്ടാ വന്നത് എന്ന് ശ്രീകാന്ത് പറയുമ്പോ അതെന്താ നിനക്ക് നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞൂടായിരുന്നോ? കാലത്ത് മുതൽ നിന്ന് ജോലി ചെയ്യുകയാ രേവതി, കാലുവേദന സഹിച്ച അവൾ ചപ്പാത്തി ചുട്ടുവച്ചത് എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. വിട്ടേക്ക് സച്ചിയേട്ടാ, അവർ കഴിച്ചിട്ടല്ലേ വന്നത്, അവരത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ പിടിച്ച് മാറ്റുകയാണ്. അതെങ്ങനെ രേവതി വിടാൻ പറ്റും? ഇവിടെ നോക്കടാ, എത്ര ചപ്പാത്തിയാ ഇവൾ ചുട്ടുവച്ചതെന്ന് നോക്കടാ എന്ന് പറഞ്ഞ് സച്ചി പാത്രമൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോറി ഏട്ടത്തി, ഞാൻ കോൾ ചെയ്യേണ്ടതായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ സാരമില്ല ശ്രീ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് രേവതി പറയുകയാണ്. എവിടെ പോവാൻ, ഇവിടെ ഇരിക്കടാ, ഇരിക്കാനല്ലേ പറഞ്ഞത്. അങ്ങനെ സച്ചി ശ്രീയെ പിടിച്ചിരുത്തുകയാണ്. അവനെ വിട്, വാ ശ്രീ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വർഷ ശ്രീയെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവാൻ നോക്കുവാണ്. പക്ഷെ സച്ചി വന്ന് അവനെ പിടിച്ചു വലിച്ച് ചേറിൽ കൊണ്ടിരുത്തുന്നുണ്ട്. എടാ, അവനോട് നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? നിന്റെ ഭാര്യ എന്താ അമൃതാണോ ഉണ്ടാക്കി വച്ചിരിക്കുന്നേ? ഒരു ചപ്പാത്തിയല്ലേ, അതിനെന്താ ഇപ്പോ? എന്താടി, ഇവൻ വരുമ്പോ തന്നെ നീ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, അതുപോലെ തന്നെ നീ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി വരുവാണ്. ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലമ്മേ. സച്ചിയേട്ടാ, നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ പിടിക്കുവാണ്. എന്നെ വിട് രേവതി, നീ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കിയെങ്കിലേ ഇവരെല്ലാരും ജോലിയായി ഹോട്ടലിൽ പോയി പൈസ കഴിച്ചിട്ടല്ലേ വന്നത് എന്ന് സച്ചി പറയുമ്പോ അത് പൈസ അല്ലടാ, പിസയാണ് എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് കഴിച്ചതില് സച്ചി എന്തിനാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോ നീ അടുക്കളയിൽ കയറി ജോലി ചെയ്താലേ നീ ഇക്കാര്യം എന്നോട് ചോദിക്കില്ല, അപ്പോൾ നിനക്ക് മനസ്സിലാവും ജോലി ചെയ്യുന്നതിലുള്ള കഷ്ടപ്പാട്. നീ അടുക്കളയിൽ കയറി ജോലി ചെയ്യാറില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏട്ടത്തിയോട് ഞാൻ പറയാൻ മറന്നുപോയി, തെറ്റ് തന്നെയാണ്, അത് വിട്ടേക്ക്. ഇനി മുതൽ ഞാൻ കോൾ ചെയ്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ സച്ചി നല്ല ദേഷ്യത്തില് അവനെ പിടിച്ചു വലിച്ച് ആ ചെയറിൽ കൊണ്ടിരുത്തുകയാണ്. അവനെ നീ എന്താടാ ചെയ്യാൻ പോകുന്നേ? രവിയേട്ട ഓടിവാ എന്നൊക്കെ ചന്ദ്രമതി ബഹളം വയ്ക്കുവാണ്. അത് കണ്ട് അച്ഛൻ വന്ന് നീ എന്താടാ സച്ചി ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ്. പക്ഷെ സച്ചി ചപ്പാത്തിയും കറിയൊക്കെ ഒരു പാത്രത്തിലാക്കി ശ്രീകാന്തിനോട് കഴിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എടാ, ഞാൻ കഴിച്ചെന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുവാണ് ശ്രീകാന്ത്. എടാ കഴിക്കടാ, പറഞ്ഞാ കേൾക്കില്ലേ നീ? അങ്ങനെ ചോദിച്ച് സച്ചി ചപ്പാത്തി കറിയിൽ മുക്കി ശ്രീകാന്തിന്റെ വായിൽ തിരികെ കയറ്റുന്നുണ്ട്. അത് ഇറക്കാൻ പറ്റാതെ ചുമച്ച് ബുദ്ധിമുട്ടുവാണ് ശ്രീകാന്ത്. സച്ചി, സ്റ്റോപ്പ് ഇറ്റ്, താൻ എന്താടോ ഈ ചെയ്യുന്നേ? കുറച്ചുപോലും മാനേഴ്സ് ഇല്ലേ നിങ്ങൾക്ക്? കഴിച്ചെന്ന് പറഞ്ഞില്ലേ അവൻ, പറഞ്ഞാൽ മനസ്സിലാവില്ലേടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ച് വർഷ സച്ചിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. വിവരമില്ല, ശരിയാണ്, നിങ്ങളെപ്പോലെ അച്ഛനെ അമ്മയെ ചതിച്ചിട്ട് പോകുന്ന വിവരമൊന്നും എനിക്കില്ല എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എടാ, അവര് കഴിച്ചു വന്നതാണെന്ന് പറഞ്ഞില്ലേ, ഒന്ന് മതിയാക്കടാ എന്ന് ചന്ദ്രമതി പറയുമ്പോ
അത് ഫോൺ ചെയ്ത് പറയണമായിരുന്നു. ഇവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചത് വേസ്റ്റായി പോയില്ലേ എന്ന് പറയുന്നുണ്ട് സച്ചി. വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിലേ പുറത്തു കൊണ്ടുപോയി കളയണം. അതിനിങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? നോൺസെൻസ്. ശ്രീകാന്ത്, എഴുന്നേൽക്കടാ. ഇയാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലേ? എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണല്ലോ, സ്റ്റുപ്പിഡ് എന്ന് വർഷ സച്ചിയെ വിളിക്കുകയാണ്. ആരാടി സ്റ്റുപ്പിഡ്? നിന്റെ ഇംഗ്ലീഷൊക്കെ കുറച്ചു എനിക്കറിയാം. വീട്ടിൽ പറയാതെ പുറത്തുനിന്ന് കഴിച്ച നീ ആടി സ്റ്റുപ്പിഡ്. കൂടാതെ ഇവനും സ്റ്റുപ്പിഡ് എന്നൊക്കെ വർഷയോട് പറയുന്നുണ്ട് സച്ചി. മോളൊന്നും മിണ്ടാതിരിക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ അവരെ തടയുന്നുണ്ട്. നോക്കങ്കിൾ, എങ്ങനെ ഇയാൾ സംസാരിക്കുന്നേന്ന്. അങ്ങനെ വർഷ പറയുമ്പോ നിങ്ങൾ ഫോൺ ചെയ്ത് ഒരു വാക്ക് അവളോട് പറയേണ്ടതല്ലേ? അവന്റെ ഭാര്യ എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ആ വിഷമത്തിലാണ് സച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ അച്ഛൻ വർഷയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അത് നോർമലായി ചോദിച്ചാ ഞങ്ങൾക്ക് പ്രശ്നമില്ല അങ്കിൾ എന്ന് വർഷ പറയുമ്പോ അവൻ സാധാരണയായി തന്നെയാ മോളെ ചോദിക്കുന്നേ. അല്ല അങ്കിൾ, ഇയാൾ കുടിച്ചിട്ടുണ്ട് എന്ന് വർഷ പറഞ്ഞത് കേട്ട് അച്ഛൻ ആകെ വല്ലാതായി നിൽക്കുവാണ്. അപ്പൊ ബോധമില്ലാതെയാണ് ഇവൻ ഇത്രയും നേരം സംസാരിച്ചത് എന്ന് ശ്രുതി പറയുമ്പോ ഇത് കുടിക്കില്ലെന്ന് പറഞ്ഞ് സത്യം ചെയ്തവനല്ലേ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി. അത് കേട്ട് അച്ഛൻ ഒന്നും മിണ്ടാതെ സച്ചിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്താടാ, ഭാര്യയെ ഇത്ര സ്നേഹിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ച് ഞാൻ സംശയത്തോടെ നിൽക്കുമായിരുന്നു. കുടിച്ചിട്ട് വന്നോണ്ടാണ് ഇത്ര ബഹളം എന്ന് പറഞ്ഞ് ചന്ദ്രമതി സച്ചിയെ കളിയാക്കുന്നുണ്ട്. ശ്രീകാന്ത് കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിയേട്ടൻ എപ്പോഴും കുടിച്ചിട്ടാ വരുന്നത്, വീട് വാഷ്റൂം പോലെ ആക്കുമെന്നൊക്കെ. അങ്ങനെ വർഷ പറഞ്ഞത് കേട്ട് വർഷേ, നിനക്കിത് പുതിയ കാര്യമായിരിക്കും, ഞങ്ങൾക്കൊക്കെ ഇത് ശീലമായി എന്ന് പറഞ്ഞ് ചിരിക്കുവാണ് ശ്രുതി. രേവതി ഏട്ടത്തി, നിങ്ങൾ ഇത് കേട്ടില്ലേ? ഈ സച്ചി എപ്പോഴും കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ. അത് കേട്ട് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുവാണ് രേവതി. എടാ ശ്രീകാന്തെ, നീ എല്ലാം പറഞ്ഞു കൊടുത്താണല്ലേ ഇവളിങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ മാത്രം കുടിക്കുമെന്ന് നിന്റെ പിറന്നാളിന് നീയും ഞാനും സുധിയും ചേർന്ന് ടെറസിലിരുന്ന് കുടിച്ചില്ലേ? അത് നീ മറന്നുപോയോ? അതിവൾക്ക് നീ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ചന്ദ്രമതിയും വർഷയും ശ്രീകാന്തിനെ ദേഷ്യത്തിൽ നോക്കുവാണ്. ശ്രുതിയാണെങ്കിൽ സുധിയെ നോക്കി കണ്ണൂരിട്ടുന്നുണ്ട്. എന്ത് ടെറസിലിരുന്ന് കുടിച്ചെന്നോ? ഇതെപ്പോ നടന്നു എന്ന് ചോദിച്ച് ചന്ദ്രമതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സുധി, സച്ചി പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ വർഷ വന്ന് ശ്രീ, ഇത് ട്രൂ ആണോ എന്ന് വർഷയും ചോദിക്കുകയാണ്. ഇല്ല, ഞങ്ങളെല്ലാരും ഒരു സന്തോഷത്തിന് ടേസ്റ്റ് നോക്കിയതേയുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീകാന്തും ശ്രുതിയും കള്ളം പറയുന്നുണ്ട്. അല്ല, ഇവര് രണ്ടുപേരും 3 ബോട്ടിൽ കുടിച്ചിട്ടാ ടേസ്റ്റ് നോക്കിയത്. ഇവര് രണ്ടുപേരും നല്ലവന്മാര്, ഞാൻ മാത്രം കുടിയൻ അല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എടാ ഒന്നും മിണ്ടാതിരിക്ക്. അങ്ങനെ ശ്രീയും ശ്രുതിയും അവനെ കണ്ണുരുട്ടി പറയുവാണ്. ശ്രീകാന്തെ, നീ അകത്തേക്ക് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വർഷ നല്ല ദേഷ്യത്തില് ശ്രീകാന്തിനെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ശ്രുതി, നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? റൂമിലേക്ക് വരാനല്ലേ പറഞ്ഞേ, വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ശ്രുതിയും അവനെ കൊണ്ടുപോകുന്നുണ്ട്. സമാധാനത്തോടെ ഉണ്ടായിരുന്ന വീടായത് കുറച്ചു നേരത്തിനുള്ളിൽ ഇങ്ങനെയാക്കി തീർത്തില്ലേ? ഒരു ചപ്പാത്തിക്ക് വേണ്ടി ഇത്രയും വലിയ പ്രശ്നം നീ ഉണ്ടാക്കിയില്ലേടാ. നീയും നിന്റെ ഭർത്താവും കൂടി ഈ ചപ്പാത്തിയെ തലയിലെടുത്ത് വെച്ച് ആടിക്കോ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയും അവിടെ നിന്ന് പോവുകയാണ്. വാ രേവതി, ചപ്പാത്തി കഴിക്കാം എന്ന് സച്ചി വിളിക്കുമ്പോ എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ചപ്പാത്തി എന്ന് പറയുവാണ് രേവതി.